ആദായ ദക്ഷിണകരേണ സുവർണദർവീം ദുഗ്ധാന്നപൂർണമിതരേണ ച രത്നപാത്രം അന്നപ്രദാനനിരതാം നവഹേമശോഭാം ദിവ്യാംബരാം കനകഭൂഷണമാല്യശോഭാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയരെ, ഇപ്പോൾ ചൊല്ലിയ പഴയ ഏതോ ഒരു ശ്ലോകം, പഠിച്ച ശ്ലോകമാണ്, ഏതിലത്തെ എന്താണെന്നൊന്നും ചോദിച്ചാൽ അറിയില്ല. അന്നപൂർണേശ്വരിയെക്കുറിച്ചുള്ള ഒരു വന്ദന ശ്ലോകമാണ്. ഇതിപ്പോൾ നമ്മൾ ചെല്ലാനുള്ള കാരണം, ഈ അന്നപൂർണേശ്വരി എന്ന സങ്കല്പം യാഥാർത്ഥ്യം എന്തോ ആയിക്കോട്ടെ, സങ്കല്പമല്ല, ശരിക്കും യാഥാർത്ഥ്യമാണ്. വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമായി അന്നപൂർണേശ്വരി. ഒരുപക്ഷെ വേറൊരു പ്രതിഷ്ഠയ്ക്കും ഇത്രയധികം ഒരു അനൗചിത്യമായിട്ട് ഉപയോഗിക്കുന്നതുണ്ടോ എന്ന് സംശയമാണ്. വിഷ്ണു ആവട്ടെ, കൃഷ്ണനാവട്ടെ, ഗുരുവായൂരപ്പനാവട്ടെ, ശിവക്ഷേത്രം, ശിവരാമക്ഷേത്രം, ഇതൊന്നും പ്രശ്നമില്ല, ശ്രീരാമക്ഷേത്രം. പക്ഷേ ഈ അന്നപൂർണേശ്വരി ക്ഷേത്രം, അവിടെ അന്നപൂർണേശ്വരിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അന്നപൂർണേശ്വരി ആവാറില്ല. കേരളത്തിൽ ശരിയായ അന്നപൂർണേശ്വരിയുടെ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. എനിക്ക് ധാരണയിലില്ല, ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷേ ഇപ്പോൾ അറിവിലൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഒരുപാട് അന്നപൂർണേശ്വരി ക്ഷേത്രം ഉണ്ടല്ലോ, ഉണ്ട്, പറഞ്ഞു വരുന്നതാണത്. ഒറ്റൊന്നിൽ പോലും യഥാർത്ഥത്തിൽ അന്നപൂർണേശ്വരിയുടെ രൂപമല്ല. ചില ദിക്കിൽ ദുർഗയാണ്, ചില ദിക്കിൽ മഹാലക്ഷ്മിയാണ്, ചില ദിക്കിൽ കണ്ണാടി പോലെ തടമ്പിൻ്റെ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. അല്ലാതെ അന്നപൂർണേശ്വരിയുടെ യഥാർത്ഥ രൂപം എന്താണ് എന്നറിഞ്ഞുകൊണ്ട് ഒരു പ്രതിഷ്ഠ ഉണ്ടോ എന്ന് സംശയമാണ്. ഇല്ല എന്ന് ഞാൻ പറയണില്ല, എനിക്ക് എൻ്റെ അറിവിലില്ല. പക്ഷെ എന്നാലോ ഒരുപാട് അന്നപൂർണേശ്വരി ക്ഷേത്രം ഉണ്ട് താനും. അപ്പം ഇതൊക്കെ വേറെ ഏതൊക്കെയോ ക്ഷേത്ര പ്രതിഷ്ഠയെ അന്നപൂർണേശ്വരിയാക്കി മാറ്റിയതാണ് എന്ന് വേണം കരുതാൻ. അത് ഒരു ശരിയാണോ എന്ന് ചോദിച്ചാൽ പ്രതിഷ്ഠയ്ക്കനുസരിച്ചിട്ടാവണം. ആ പ്രതിഷ്ഠയുടെ രൂപം എന്തോ അതല്ലേ അവിടെ ആചരിച്ചിട്ടും പൂജിച്ചിട്ടും വരേണ്ടത്. വേറൊന്നിനും ഇങ്ങനെ ഒരു വൈരുദ്ധ്യം കാണാനില്ല. വിഷ്ണുക്ഷേത്രം തന്നെയാണ്, ശ്രീരാമക്ഷേത്രം തന്നെയാണ്. അന്നപൂർണേശ്വരിയെ നോക്കിയാൽ അവിടെ അതല്ല കാണുന്നത്. കാരണം ഇവിടെ രൂപം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൊണ്ട് പാർവതിയാണ് അന്നപൂർണേശ്വരി. പാർവതി, ആ പാർവതിക്ക് തന്നെ പല രൂപമുണ്ട് കേട്ടോ. ദുർഗ, കാളി, അതുപോലെ തന്നെ സാക്ഷാൽ പരാശക്തിയാണ് മഹാലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും ഒക്കെ മാറുന്നത്. ഇതൊക്കെ ദേവിയുടെ രൂപങ്ങളാണ്. അപ്പോൾ ആദിദേവി ഇതൊന്നുമല്ല. ഒരു കയ്യിൽ പാശം, മറ്റേ കയ്യിൽ അങ്കുശം. പാശാങ്കുശമായിട്ടുള്ള ഗണപതിയുടെ കയ്യിൽ കണ്ടിട്ടില്ല, ഒരു മൂർച്ചയുള്ള ആയുധവും ഒരു കയറ് പോലെ ചുറ്റിപ്പറ്റിയ ഒരു സംഗതി. ഇത് രണ്ടും രണ്ട് കൈകളിലായി ഏന്തിയ ദേവിയാണ് ആദിമൂലദേവി, മണിദീപവാസിനിയായിട്ടുള്ള ദേവി. ആ ദേവി ലക്ഷ്മിയോ സരസ്വതിയോ ദുർഗയോ അന്നപൂർണേശ്വരിയോ ഒന്നും അല്ല, പാർവതിയല്ല, കാളിയോ അല്ല. ആരാണ്? ദേവിയാണത്. ഈ പറഞ്ഞതൊക്കെ ദേവിയുടെ അവതാരങ്ങളാണ്. അത് വ്യത്യാസമുണ്ട്. അപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞാൽ കൂർമ്മം വിഷ്ണുവിൻ്റെ അവതാരമാണ്, വിഷ്ണു അല്ല. അതുപോലെ ഏതും അവതാര രൂപമായിട്ട് വരുന്നതേ മറ്റതൊക്കെ ഉള്ളൂ. യഥാർത്ഥ ദേവി പാശാങ്കുശമാണ് കയ്യിൽ ധരിച്ചിട്ടുണ്ടാവുക. ഒരു കോടാലി പോലെ ഒരു ആയുധം, കയറ് ചുറ്റിപ്പണഞ്ഞ പോലെ മറ്റൊരു സംഗതി വേറൊരു കയ്യിൽ. ഇതാണ് ആ ദേവിയുടെ രണ്ട് കൈയാണ്. തരംഗിതാക്ഷീം ധൃത പാശാങ്കുശ പുഷ്പബാണ ചാപ. പാശം, അങ്കുശം. ഒരു കയ്യിൽ പാശം, കയറ്, മറ്റേ കയ്യിൽ അങ്കുശം. രണ്ട് കൈയേ ഉള്ളൂ എന്നാണ്. ആ ലളിതാസഹസ്രനാമ ധ്യാനത്തിലും കൂടി അങ്ങനെയാണ്. അപ്പം അതാണ് യഥാർത്ഥ ദേവി. അതിൻ്റെ അവതാര രൂപങ്ങളാണ് മറ്റതെല്ലാം. അപ്പം അതിലത്തെ ഒന്നാണ് അന്നപൂർണേശ്വരി എന്നാണ് പറഞ്ഞു വരേണ്ടത്. പാർവതി, ശിവസഹധർമ്മിണി ആയിരിക്കുന്ന പാർവതിയുടെ ഒരു പ്രത്യേക രൂപത്തിനാണ് നമ്മൾ അന്നപൂർണേശ്വരി എന്ന് പറയുന്നത്.
അന്നത്തിനു വേണ്ടി ഭിക്ഷ എടുക്കേണ്ടി വന്നതായ ശിവന് അന്നം വിളമ്പിക്കൊടുക്കാൻ എടുത്ത രൂപമാണെന്ന് പറഞ്ഞു വരുന്നു. അതെങ്ങനെയാണ് രൂപം? ദക്ഷിണകരേണ സുവർണ ദർഭ്യം. ദക്ഷിണം വലത്ത് കൈയിൽ സ്വർണ്ണച്ചട്ടുകവും ഇതരേണ രത്നപാത്രം. മറ്റൊരു കൈയിൽ രത്നപാത്രത്തിൽ പാൽച്ചോറ്, പാല് കലർത്തിയ വിശിഷ്ടമായിട്ടുള്ള ചോറും രത്നപാത്രത്തിൽ. കോരിക എന്ന് പറയാം ചിലത്. ഇവിടെ രത്നപാത്രം കോരികയാണ് ഔചിത്യം. കോരികയിലാണ് പണ്ടൊക്കെ ഈ ചോറ്. ഇന്നിപ്പോൾ ആരൊക്കെ കോരിക പറഞ്ഞാൽ അറിയാം അല്ലേ? കോരിക പറഞ്ഞാൽ വട്ടത്തിലൊരു പാത്രം, അതിനൊരു വാലും ആണ് കോരിക. അതുകൊണ്ട് കോരാനും പറ്റും, വിളമ്പാനും പറ്റും. ഈ കോരിക എന്നുള്ള വാക്കൊക്കെ നമ്മൾ അറിയണം. കാരണം നമ്മുടെ പഴയ കാലത്ത് വീടുകളിലുണ്ടായിരുന്നൊരു സംസ്കാരം, അത് സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. ഇതിനാണ് നമ്മൾ കോരിക എന്ന് പറയുക. അപ്പം രത്നക്കോരിക എന്ന് വേണമെങ്കിൽ പറയാം. രത്നപാത്രം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കോരിക എന്നുള്ളതിനൊരു സംസ്കൃത വാക്കില്ലാഞ്ഞിട്ടാവാം പാത്രം എന്ന് പറഞ്ഞിരിക്കണം. അതിങ്ങനെ പിടിച്ച് അന്നപ്രധാന നിരതാം, ചോറിങ്ങനെ വിളമ്പി കൊടുക്കുക. അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുക, ഒരു മടിയില്ല. അങ്ങനെ നിൽക്കുന്നതായ ദിവ്യാംബരാം, ദിവ്യമായിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് സ്വർണഭൂഷണങ്ങൾ അലങ്കാരങ്ങളോടുകൂടി ശോഭിക്കുന്ന അന്നപൂർണേശ്വരിയെ നമസ്കരിക്കുന്നു എന്നാണ്. അന്നപ്രധാന നിരതാം നവഹേമഭൂഷാം, നവഹേമങ്ങളായിട്ടുള്ള സ്വർണത്തിനെ പോലെ ശോഭിക്കുന്ന ദിവ്യാലങ്കാരങ്ങളോട് കൂടിയിട്ടുള്ള പാർവതി അന്നപൂർണേശ്വരിക്കായിക്കൊണ്ട് നമസ്കാരം. നവഹേമ ശോഭാം എന്നാണ് ഇവിടെ പറഞ്ഞത്. ദിവ്യാംബരാം കനകഭൂഷണമാല്യശോഭ. അപ്പം എന്താണപ്പോൾ അതിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഈ ഭക്ഷണം എപ്പോഴും വിളമ്പിക്കൊടുത്തിട്ട് കഴിക്കണം. നമ്മുടെ ഒരു സൈക്കോളജി, സംസ്കാരം, ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു മടി സ്ത്രീകൾക്ക് വിളമ്പുന്നതിലുണ്ടാവരുത് എന്നാണ്. സ്ത്രീകൾക്ക് എന്നല്ല കേട്ടോ, സ്ത്രീകൾ പുരുഷന്മാരുടെ ഊണ് കഴിഞ്ഞാൽ ആർക്ക് വിളമ്പി കൊടുക്കണം? സ്ത്രീകൾക്ക് പുരുഷന്മാർ വിളമ്പി കൊടുക്കണം. പുരുഷന്മാർ ഉണ്ണുമ്പോഴോ സ്ത്രീകൾ പുരുഷന്മാർക്ക് വിളമ്പി കൊടുക്കണം. അത് സ്ത്രീകൾക്ക് മാത്രമേ പാടുന്നു, അങ്ങനെ ഒരു കർത്തവ്യമല്ല അത്. തിരിച്ചും വേണം. ഇടത്തേ കൈകൊണ്ട് എടുക്കുക. അപ്പോൾ ആ ഭക്ഷണം മൊത്തം ഇച്ചിലായി എന്നാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ ഇതല്ലാത്തൊരാൾ വിളമ്പി തരുമ്പോൾ അതില്ല. ഇതൊക്കെ അർത്ഥമുണ്ട്, അതാണ് പറയണത്. ഇടത്തേ കൈകൊണ്ട് എടുക്കുക അല്ലേ, അത് ശരിക്കും കിട്ടാതെ ബുദ്ധിമുട്ടുക. അപ്പോൾ ഊണിന് അതിൻ്റേതായിട്ടുള്ള ഭംഗം വരിക. എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളുണ്ട് ഈ എടുത്ത് വിളമ്പി കഴിക്കുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് വിളമ്പി കൊടുക്കണം എന്നൊരു സമ്പ്രദായം തന്നെ വെച്ചത്. അല്ലെങ്കിൽ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കൊണ്ടുവച്ചാൽ പോരെ. പിന്നെ അതിൻ്റെ ഒരു എച്ചിലോ അവശിഷ്ടമാണോ ബാക്കിയുള്ളവർ കഴിക്കുന്നത്. ഇടത്തെ കൈ കൊണ്ട് തൊട്ടാലും അത് അവശിഷ്ടമാണ്. അപ്പോൾ ഊണ് കഴിക്കുന്നവർക്ക് സർവ്വതാ സൗകര്യം വിളമ്പിത്തരുക തന്നെയാണ്. അത് പിശുക്ക് പാടില്ല, അധികമാവാൻ പാടില്ല. അതുകൊണ്ട് അല്ലേ ഒട്ടാകെയാണ് കൊട്ടുക. ഇത് മുഴുവൻ ഉണ്ണാൻ എന്താ ചെയ്യാന്ന് വെച്ചല്ലാണ്ട് അധികവും ആവരുത്, കുറവും ആവരുത്. അത് ആ ആവശ്യക്കാരൻ്റെ മതിയോ കുറച്ചുകൂടി അങ്ങനെ ചോദിച്ച് ഈ ഊണ് കഴിക്കുന്ന ആളോ ആവാം എന്ന് പറഞ്ഞാലേ വിളമ്പാവൂ. അങ്ങോട്ട് തോന്നിയ പോലെ വിളമ്പരുത്. പിശുക്കോ പാടില്ല, അധികമോ പാടില്ല. ആവശ്യത്തിനനുസരിച്ചിട്ട് നിയന്ത്രിച്ച് അങ്ങനെ പുഞ്ചിരിയോടുകൂടി ദുർമുഖം കൂടാതെ വിളമ്പി കൊടുക്കണം. കുറച്ച് താണിട്ട് വിളമ്പി കൊടുക്കണം അല്ലേ. ചിലരിങ്ങനെ ഇടും, ഇങ്ങനെ ഒരേക്ക് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ ഇടുക. അത് ചെയ്യരുത്. ഇലയും ഈ വിളമ്പണ പാത്രവുമായിട്ട് കുറച്ച് ഗ്യാപ്പേ പാടൂ. എന്നാൽ മുട്ടാൻ പാടില്ല. പാത്രം ഇലയിൽ മുട്ടാനും പാടില്ല, ഒരുപാട് ഇങ്ങനെ കീഴ്പട്ട് എറിയ അതും പാടില്ല. അത് അവജ്ഞയാണ്. അപ്പോൾ ആ പാകത്തിന് മതിയോ ചുങ്കൂടി എന്ന് പറഞ്ഞ് വിളമ്പണം എന്നാണ് നമ്മുടെ സംസ്കൃതി. ഒക്കെ എത്ര തത്വങ്ങളുണ്ട് അറിയോ. അപ്പം അതുകൊണ്ട് നമുക്കൊരു കാര്യം, ഇപ്പം എല്ലാ പാർട്ടികളിലും കാണുന്നത് ബുഫേ സിസ്റ്റമാണ്. ഈ ബുഫേ സിസ്റ്റത്തിനോട് ഒന്ന് വിട പറയാം നമുക്ക്. നമ്മുടെ സമ്പ്രദായത്തിൽ പെടാത്ത നാടോടുമ്പോൾ നടുക ഓടുക എന്നൊക്കെ പറഞ്ഞാലും സുഖമില്ല. ഞാൻ ആ ബുഫേ സിസ്റ്റത്തിന് പോകാറില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ കാക്കണ്ടെന്ന് പറയും ഞാൻ. അതൊരു സുഖമുള്ള സമ്പ്രദായമല്ല, നമ്മുടെ സമ്പ്രദായമല്ല. അപ്പോൾ ദയവായിട്ട് കുറച്ച് പേരെങ്കിലും ദയവായിട്ട് പിന്മാറുക. കുറേശ്ശെ നമുക്കതൊന്ന് മാറ്റുക. ഒരു ഗുണവും ഈ ബുഫേ സിസ്റ്റം കൊണ്ട് ഇല്ല.
വേസ്റ്റ് ഓർക്കാന്നൊക്കെ വെറുതെ പറയുക, അതിലും ഇഷ്ടംപോലെ വേസ്റ്റില്ലേ. വേസ്റ്റിൽ എത്രയൊക്കെ പോയി നോക്കൂ, എത്രയോ സാധനങ്ങൾ അതിലും ഉണ്ട് വേസ്റ്റ്, ഒരു ഗുണമില്ല. അപ്പോൾ വരിയായി ഇരുന്ന് പങ്ക്തിയായിട്ട് ഇരുന്ന് പങ്ക്തി ഒക്കെ സംസ്കൃതം മലയാളം മാത്രമല്ല, ഇരുന്ന് വിളമ്പണം. അതിനൊരു ചിട്ടയുണ്ട്. അല്ലെങ്കിൽ പൂരപ്പറമ്പ് പോലെ ഒരു കുറച്ച് കൂട്ടർ ഇവിടെ കൂടി നിൽക്കുക, കുറച്ച് കൂട്ടർ അവിടെ കൂടി നിൽക്കുക, അത് പാത്രം കയ്യിലെടുത്തിട്ട് പോവുക, ഇലയിൽ വിളമ്പണം എന്നാണ് നമ്മുടെ പഴയ സിസ്റ്റം. പാത്രം ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും അത് നിലത്ത് വെച്ച് അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ വെച്ച് വരിയായി ഒരാൾ വിളമ്പാം. ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് പാർട്ടി നടത്താമെന്നുണ്ടെങ്കിൽ 4 ആളെ വിളമ്പാൻ വെക്കണേന് എന്താ വിരോധം? അപ്പോൾ കേവലം പരിഷ്കാരത്തിൻ്റെ മുകളിലാണ് ഈ ബുഫേ സിസ്റ്റം. എന്നിട്ട് ഓരോ വിഭവം എവിടെയാണ്, അതെവിടെയാണ്, ഇവിടെ എവിടെയാണ്, ഇത് പാത്രം എടുത്തിട്ട് ചോദിച്ച് നടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ നന്നോ ഇത്? എവിടെ ചപ്പാത്തി കിട്ടുക, എവിടെ റോസ്റ്റ് കിട്ടുക? അത് നമ്മുടെ സമ്പ്രദായമല്ല. എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് വരിക്കിരുത്തി ഭംഗിയായി വന്നവരെ ആദരിച്ച് വിളമ്പി കൊടുക്കുക. യാതൊരു ദുർമുഖവും ധൃതിയും ഒന്നും പാടില്ല. എല്ലാം കഴിച്ചോ. പണ്ടൊരു ഭാഷയുടെ ഊണെ പതുക്കെ ഇരിക്കൂ കേട്ടോ. എന്നിപ്പോൾ എന്താ പറയുക, നിങ്ങൾ ധൃതിപ്പെടുന്നും വേണ്ട, എല്ലാം കഴിച്ചോളൂ, പതുക്കെ ഇരിക്കൂ കേട്ടോ എന്ന് പറയും. ഊണ് കഴിക്കുമ്പോൾ പറയണം എന്നാണ്, പതുക്കെ ഇരുന്നോളൂ. ഇനി എല്ലാ ആൾക്കാർ വരിച്ചിട്ട് ധൃതി പിടിച്ച് വായിൽ പോക്കി കഴിക്കൊന്നും വേണ്ട, മെല്ലെ സമാധാനമായിട്ട് കഴിക്കൂ കേട്ടോ. അപ്പോൾ എത്ര സുഖം ഉണ്ടറിയോ അതിലൊക്കെ ആ സൈക്കോളജി. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വിളമ്പിക്കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നതാണ് ഭാരതീയ സമ്പ്രദായം. ആദരവോടെ കൊടുക്കണം, അവജ്ഞ പാടില്ല. ഈ അതിഥിയെ ശരണെ പോലെ ആദരിച്ച് വിളമ്പി കൊടുക്കുക, അതിൻ്റെ പ്രതീകമാണ് അന്നപൂർണേശ്വരി. അതിനാണ് ഇപ്പോൾ ഈ അന്നപൂർണേശ്വരിയെ പ്രത്യേകം ഞാൻ എടുക്കാൻ കാരണം. നിർത്താം നമുക്ക് ബുഫേ സിസ്റ്റം. ദയവ് ചെയ്ത് നമ്മുടേതല്ലാത്തതായ ഭംഗിയില്ലാത്ത സിസ്റ്റം ചിലരെങ്കിലും നിർത്തട്ടെ. ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ചിലരെങ്കിലും നിർത്തിയാൽ എനിക്കത് അഭിമാനിക്കാമല്ലോ, എൻ്റെ വാക്കുകൊണ്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു ഭംഗിയില്ലാത്ത ആ ഒരു വ്യവസ്ഥയുടെ പിന്നാലെ പോവാതെ വിളമ്പിക്കൊടുത്ത് ഭക്ഷണം കഴിക്കുന്ന സമ്പ്രദായത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോവാം. 4 ആളെ വെച്ചാൽ മതി. പൈസ കൊടുത്തിട്ടായാലും പെയ്ഡ് അല്ലാണ്ടായാലും കുഴപ്പമില്ല, പെയ്ഡായിട്ടായാലും കുഴപ്പമില്ല. അതിൻ്റെ പ്രതീകമാണ് സാക്ഷാൽ അന്നപൂർണേശ്വരി. അപ്പോൾ ശരിക്കും അന്നപൂർണേശ്വരിയുടെ രൂപം കോരി രത്നപാത്രത്തിൽ പാൽച്ചോറ് കുഴച്ച് ഒരു കയ്യിൽ ഇടത്തെ കയ്യിൽ വെച്ച് വലത്തെ കയ്യിൽ സ്വർണ്ണച്ചട്ടുകം കൊണ്ട് അന്നപ്രധാന നിരതാം, യാതൊരു മടിയും കൂടാതെ പുഞ്ചിരിയോടുകൂടി വിളമ്പി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ ഭൂഷണമാല്യ ശോഭാം, നല്ല വസ്ത്രങ്ങളും സ്വർണ്ണ ആഭരണങ്ങളോടും കൂടിയ അന്നപൂർണേശ്വരിയെ വന്ദിക്കുന്നു എന്നാണ് ശ്ലോകം. അപ്പോൾ വിളമ്പി കൊടുക്കുന്ന ഒരു സംസ്കാരം നമുക്ക് പുനഃസ്ഥാപിക്കാം എന്ന് പ്രത്യാശിക്കാം. അങ്ങനെ ആശിച്ചുകൊണ്ട് നിർത്തുന്നു. അന്നപൂർണേശ്വരിയുടെ യഥാർത്ഥ രൂപം ഇതാണ്. ദുർഗയോ കാളിയോ ലക്ഷ്മിയോ ഒന്നുമല്ല. അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞാൽ ചട്ടുകം കോരിയ, അത് ഓർക്കുക. വെളുത്ത വസ്ത്രം എടുത്ത് സാത്വിക ഭാവമാണ് അന്നപൂർണേശ്വരി. അങ്ങനെ ഒരു പ്രതിഷ്ഠ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം. പിന്നെ കാലക്രമം കൊണ്ട് പൂജിച്ച് അന്നപൂർണേശ്വരി ആക്കുക. അങ്ങനെ അതും കണ്ണാടിയാക്കാൻ പാടും. കിടമ്പ് പോലെയുള്ളതിനെ മാറ്റാം. പക്ഷേ ഒരു മഹിഷാസുരമർത്തിനെ കൊണ്ടുപോയിട്ട് അന്നപൂർണേശ്വരി ആക്കുക, ലക്ഷ്മിയെ കൊണ്ടുപോയിട്ട് അന്നപൂർണേശ്വരി ആക്കുക, ദുർഗയെ കൊണ്ടുപോയിട്ട് അന്നപൂർണേശ്വരി ആക്കുക, അവിടെ പ്രതിഷ്ഠ വേറെ എന്തെങ്കിലും ആവും. അത് ശരിയല്ല എന്നാണ് യഥാർത്ഥത്തിലുള്ള അഭിപ്രായം. എന്തായാലും ഭക്ഷണക്ഷാമം ഇല്ലാതിരിക്കാനും ഭക്ഷണ സംബന്ധമായിട്ടുള്ള വിഷമങ്ങളൊക്കെ നമുക്കില്ലാതിരിക്കാനും അന്നപൂർണേശ്വരിയെ ധ്യാനിക്കുക, ഭക്ഷണക്ഷാമം ഇല്ലാണ്ടിരിക്കുക. ഇതിനൊക്കെ അന്നപൂർണേശ്വരിയെ ശ്ലോകം ചൊല്ലി പണ്ട് നിത്യാനന്ദഗിരി എന്ന് തുടങ്ങുന്ന എത്രയോ ശ്ലോകങ്ങൾ 10 സ്തോത്രമൊക്കെ എഴുതിയിട്ടുണ്ട്, അന്നപൂർണേശ്വരി സ്തോത്രം. ഇതൊക്കെ നമുക്ക് ഭക്ഷണക്ഷാമം ഇല്ലാണ്ടിരിക്കാനും ഭക്ഷണ സംബന്ധമായിട്ടുള്ള വിഷമം ഇല്ലാതിരിക്കാനും ആചാര്യസ്വാമികൾ എഴുതിയതാണ്. ആദായ ദക്ഷിണകരേണ സുവർണദർവിം ദുഗ്ധാന്നപൂർണമിതരേണ ചരത്നപാത്രം അന്നപ്രധാന നിരതാം നവഹേമഭൂഷാം ദിവ്യാംബരാം കനകഭൂഷണമാല്യശോഭാം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.